ഷുഗറിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. സോ വാട്ട് ഇമ്പാക്ട്, ഷുഗർ എന്ത് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ കുട്ടികളുടെ ബോഡിയിലും മൈൻഡിലും ഉണ്ടാകാൻ പോകുന്നത്? കുറച്ച് കാര്യങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇനി സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? ഒന്ന്, ഷുഗർ ആക്ട് ലൈക്ക് കൊക്കൈൻ. ഷുഗർ ഏതൊരു അഡിക്റ്റീവ് മയക്കുമരുന്നിനെ പോലെയും പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഏതൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ന്യൂറോണക്കൽ ഫയറിങ്ങുകളും അല്ലെങ്കിൽ ആക്ടിവേഷനും ഷുഗറിനും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മറ്റോ വാങ്ങുന്ന എല്ലാ സാധനങ്ങളിലും മിക്കവാറും 99% സാധനങ്ങളിലും എന്തുണ്ടാവും? ഷുഗർ ഉണ്ടാവും. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഒരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല വാങ്ങാൻ പോയ സമയത്ത് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോ മസാല പൊടിയിൽ വരെ ഷുഗറാണ്. സോ എവിടെ നോക്കിയാലും ഷുഗർ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഷുഗർ എന്ത് ചെയ്യും? കൊക്കൈന് പോലെ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇത് ആൽക്കഹോളിനെ പോലെ ആക്ട് ചെയ്യും. നിങ്ങളുടെ ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ സെക്കൻഡ് സെഷൻ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ ഡോക്ടർ നജീബ് പറഞ്ഞിരുന്നു, കാർബോഹൈഡ്രേറ്റ് ആൽക്കഹോളായി കൺവേർട്ട് ചെയ്യും നിങ്ങളുടെ വയറ്റിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വയറ്റിന്റെ ഉള്ളിൽ ഒരു വാറ്റ് കേന്ദ്രമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ലാസ്റ്റ് സെഷനിൽ. അപ്പൊ കാർബോഹൈഡ്രേറ്റ്, എസ്പെഷ്യലി ഷുഗറുകൾ, അത് ഫ്രക്ടോസ് ആവാം. ഫ്രക്ടോസ് ബ്രെയിനിൽ ആൽക്കഹോൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോ ഇതൊരു ആൽക്കഹോളിക് എഫക്റ്റ്, ഒരു കിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നല്ല ഒരു സദ്യയൊക്കെ കഴിച്ച് ഒരു നല്ല മധുരട്ട ഒരു പായസം കുടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഉറങ്ങാനുള്ള ഒരു മപ്പിലോട്ട് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അത് ഈ ബ്രെയിനിലും ബോഡിയിലും ഒരു ആൽക്കഹോളിന്റെ എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന്, ഷുഗർ ഈസ് അഡിക്റ്റീവ് ആണ്. ഇറ്റ് ഈസ് ടു മച്ച് അഡിക്റ്റീവ്. നമ്മളെ ബ്രെയിനിനെ കംപ്ലീറ്റ്ലി, ബോഡിനെ ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന്, ഡയബറ്റീസ് ഉണ്ടാക്കുന്നതിന്, കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാക്കുന്നതിന്, ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതിന്, കൊളസ്ട്രോൾ കൂട്ടുന്നതിന്, ഇതിനെല്ലാം ഈവൻ യൂറിക് ആസിഡ് വരെ, ഇതിനെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷുഗറുകളാണ് കാരണമാവുന്നത്. ഇനി ഷുഗർ എന്ത് ചെയ്യും? കുട്ടികളിൽ എന്ത് ചെയ്യും? എസ്പെഷ്യലി അവരുടെ ഫോക്കസിനെ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യും. കുട്ടികളുടെ ഫോക്കസ്, രാവിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ടിപ്പിക്കലി കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എയ്തർ ദോശ, പുട്ട്, കടല, അങ്ങനത്തെ സംഗതികളാക്കണം. ഇതെല്ലാം ഹൈ ഷുഗറാണ്. ടിപ്പിക്കലി എന്ത് ചെയ്യും? പഞ്ചസാരയൊക്കെ ഇട്ടാണ് ഒരുപക്ഷെ കുട്ടികൾക്ക് ഇഡ്ഡലിയോ ദോശയൊക്കെ കൊടുക്കുക, പഞ്ചസാരയിൽ മുക്കിയിട്ടൊക്കെയാണ് കൊടുക്കുക. അപ്പൊ ഇത് ആ കുട്ടിയുടെ ബ്രെയിനിൽ ഹ്യൂജ് ആയിട്ടുള്ള ന്യൂറോണുകൾ ഫയറിംഗ് ക്രിയേറ്റ് ചെയ്യുകയും ആ കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ആ കുട്ടിക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അത് ആ കുട്ടിക്ക് പറയാൻ അറിയില്ല. ടീച്ചർ കംപ്ലൈന്റ് ചെയ്യും, ഈ കുട്ടി എന്താ ശ്രദ്ധിക്കുന്നില്ല, ഈ കുട്ടി പഠിക്കുന്നില്ല എന്നൊക്കെ പറയും. ഒരു പക്ഷെ ആ കുട്ടി സഫർ ചെയ്യുകയാണെങ്കിലോ, കുട്ടിക്ക് അത് പറയാൻ അറിയാത്തത് കൊണ്ടാണെങ്കിലോ, അങ്ങനെയാണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ അവരുടെ ഫോക്കസിനെ അത് അഫക്ട് ചെയ്യും. അവരുടെ